നമ്മളെവിടെയുമോ We are in Alucas. Hey guys, welcome back to my channel Living It with Vishu Gary. അപ്പോൾ നമ്മുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കൊല്ലത്തേക്ക് വന്നിട്ടുണ്ട്. വൈഷ്ണവ് അഞ്ജു ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾക്കൊരു ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇമ്മൂനൊരു കുഞ്ഞൊരു പീസ് ഓഫ് ജ്വല്ലറി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലത്തുള്ള ജോയ് ആലുക്കാസിൽ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻ കണ്ടപ്പോൾ ഒരു ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. ഹായ് ട്രോണ. അപ്പോൾ ട്രോണയാണ് എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് 4 to 5 years ആയിട്ട് നമുക്കറിയത്തില്ലേ, 3 years അല്ലേ, 2020. അതെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആലുക്കാസിൽ ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ അടുത്ത് വന്നത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണ സമയത്ത് എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കൺവീനിയൻസ് നോക്കി ഞാൻ കൊല്ലത്ത് വന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. എനിക്കല്ലാതെ ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയാണെന്നൊന്നും അന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ട്രോണയുടെ ആ ഒരു സർവീസ് മാത്രമല്ല, നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി കേട്ടോ. ഞങ്ങളിപ്പം എപ്പോഴും കോൺസ്റ്റൻ്റ്ലി വി സ്റ്റേ ഇൻ ടച്ച്. അപ്പോൾ എനിക്ക് ജ്വല്ലറി റിലേറ്റഡ് എന്ത് ചെറിയത് ആവശ്യമാണെങ്കിലും ചെറിയൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എനിക്കിവിടെ വന്ന് നമുക്ക് കണ്ടില്ലേ, നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടിരുന്ന് കംഫർട്ടബിളായിട്ടിരുന്ന് ഒരു ബഹളവും ഇവിടെ എന്നാൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ള സമയത്താണെങ്കിലും എനിക്കൊന്നും ഇത്രയും വലിയ ഒരു സ്റ്റോർ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ക്രൗഡൊന്നും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇരുന്ന് സംസാരിക്കാനും നമുക്ക് എത്ര സമയം എടുത്തു വേണമെങ്കിലും ആ ഒരു ചിലയിടത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ 2-3 പീസസ് കണ്ടിട്ട് നാലാമത്തെ ഒരെണ്ണം കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുഖം കറക്കും, അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് അല്ലേ ചില സ്റ്റോർ. പിന്നെ നമുക്ക് അവിടെ പോകാൻ തോന്നത്തില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രോണ എപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക, ഭയങ്കര രസമായിട്ടാണ് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് എത്ര ചെറിയ പീസും ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഐ കം ബാക്ക്. ഞാൻ അമ്മയ്ക്ക് വരെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അമ്മയ്ക്കും ഭയങ്കര കംഫർട്ടബിൾ അവിടെ വന്ന് ചെറിയ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ട്രോണ, എന്താ ഇവിടുത്തെ പുതിയ കളക്ഷൻസ്, പുതിയ സ്പെഷ്യാലിറ്റി സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഞാൻ കുറച്ച് നാൾ മുന്നേ വന്നിട്ട് ഒരു ആൻറ്റിക്കിൻ്റെ മാല എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നേ. അത് രസമുള്ളൊരു ലക്ഷ്മി മാല. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ല കോഫിയൊക്കെ കൊണ്ട് തന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര നല്ല സർവീസാണ്. ധനലിന് ഒരു പേടി, വ്ളോഗ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരാധകർ കൂടുമെന്നൊക്കെ പേടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊല്ലം ആലുക്കാസിൽ വന്നു കഴിഞ്ഞാൽ, ജോയ് ആലുക്കാസിൽ വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കാണാം, മീറ്റ് ചെയ്യാം. നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ഇവിടെ കിട്ടും, അത് 100% ഷുവർ. സോ ഇതൊക്കെയാണ് ഇവരുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇപ്പോഴത്തെ കളക്ഷൻ ഡയമണ്ട്സിൻ്റെ. പക്ഷേ ശരിക്കും നിങ്ങളുടെ ഡയമണ്ട്സിൻ്റെ ഈ കളക്ഷൻ അല്ല കേട്ടോ നിങ്ങൾ കാണിക്കേണ്ട. ഈ ചെറിയ പീസസ് ഉണ്ടല്ലോ, ഭയങ്കര രസമുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനത്തെ കാണും എന്നുള്ളത്. എൻ്റെ മനസ്സിൽ എനിക്ക് കുറേ നാളായിട്ട് ആ ചെറിയ എന്താ പറയുക, ചെയിൻ വിത്ത് ആ ഒരു എന്താ പറയുന്നത്, ഗ്ലോസി ഫിനിഷുള്ള ചെയിനും കുഞ്ഞ് പെൻഡൻസും അത് ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനത്തെ എപ്പോഴും മറ്റേ ഗോൾഡ് ഫിനിഷിൽ വന്നിട്ട് അല്ലെങ്കിൽ സിൽവർ ഫിനിഷിൽ വന്നിട്ട് ഉള്ള പീസസാണ് ഞങ്ങൾ. ഈ റോസ് ഗോൾഡിൽ ആ ഗ്ലോസി അത് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ എടുത്ത ഒരു ചെറിയൊരു സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇമ്മൂന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടില്ലേ, ഇതൊരു യുണീക്കായിട്ട് അപ്പം നമ്മുടെ നെക്കിലിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര കുഞ്ഞൊരു ചെയിനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അല്ലാതെ നമുക്ക് സിൽവറിലൊക്കെ കിട്ടും. സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പീസസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഗോൾഡിൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും നോക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഗോൾഡ്, മാറ്റ് ഫിനിഷ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ റെഗുലറായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനത്തെ ഇത് ഭയങ്കര റെയറാണ്. അപ്പം ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. അത് അതിൻ്റെ ഇങ്ങനൊരു പീസ് വരുന്നുണ്ട് കണ്ടോ, ആ ലീഫിൻ്റെ ഷേപ്പിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന് എനിക്കൊന്ന് ക്യാമറയിൽ കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ ഗോൾഡ് ഫിനിഷ്, പക്ഷേ ഇത് ഗോൾഡ് അല്ല, ഇത് റോസ് ഗോൾഡ് ഫിനിഷിലാണ്. അപ്പോൾ എനിക്കിത്
ക്ലോസ് ടു നെക്ക് കിടക്കും ഭയങ്കര രസമുള്ള പീസസ് ഉണ്ട്. അതുപോലെ ഞാനിവിടെ അതിൻ്റെ തന്നെ ഇയറിങ്സ് ഉണ്ട്, കണ്ടില്ല, രസമുള്ള പീസസ് കേട്ടോ. പിന്നെ ഞാനൊരു കുഞ്ഞൊരു മൂക്കുത്തി, ഇതിൽ ഏതാ എടുക്കേണ്ടതെന്ന് ഞാനിതുവരെ ചൂസ് ചെയ്തിട്ടില്ല. ഇത് 2 പീസസാണ് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് നമ്മൾ. ഇത് കണ്ടില്ലേ, സീതാ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു എന്ത് വെഡിങ് കളക്ഷനാണോ? വെഡിങ് കളക്ഷൻ ആട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ്സ്, യുണീക്ക് കളർ. ഇത് എന്ത് സ്റ്റോൺ? ഇത് എന്ത്? റഷ്യൻ റൂബി. അതെ അതെ, പേസ്റ്റൽസ് വരുന്നത്. ബ്യൂട്ടിഫുൾ. കണ്ടില്ലേ ഡയമണ്ടിൻ്റെ ആ ഒരു കുറേ ടൈപ്സ് ഓഫ് പെൻഡൻസ് ഉണ്ട്. ഇതൊന്നും വലിയ വിലയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അയ്യോ ഇനി നമ്മളുടെ ബഡ്ജറ്റിന് പറ്റുന്ന സംഭവമാണോ എന്നൊക്കെ വിചാരിച്ച ഇവിടെ വന്ന്. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റോൺസും കുഞ്ഞ്. അപ്പം നമ്മൾക്ക് ഇപ്പം ഓക്കെ ഡയമണ്ട് വേണം എന്നാൽ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും ഭയങ്കര അല്ലേ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ബ്യൂട്ടിഫുൾ പീസസ്. എനിക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കിയായിരുന്നു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ഇവിടെ ഉണ്ട്. അതെ, സെൽസുള്ള പീസസ് ആണെന്നറിയോ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഇവിടെ വന്ന് ഒരു ആൻറ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പീസ് മേടിച്ചിട്ടുണ്ട്. ആൻറ്റിക്കിൻ്റെയൊക്കെ കുറേ കളക്ഷൻസാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഡിസ്പ്ലേ തന്നെ കേട്ടോ. ഇത് അൺകട്ടിൽ വരുന്ന കേട്ടോ. ഇപ്പം നമുക്ക് ഡയമണ്ട്സ് മാത്രമല്ല, ഇവിടെ അൺകട്ടിൻ്റെ ഒത്തിരി ഓപ്ഷൻസ് ആണ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഇവിടുന്ന് അൺകട്ടിൻ്റെ ഒരു ഇയറിങ്ങും നല്ലൊരു ഇയറിംഗ് ആയിരുന്നു. സോ അന്ന് അതെടുത്തിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ആ ഒരു പീസ് കണ്ടോ, അതിൻ്റെ ഒത്തിരി കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഗുട്ടപ്പൂസ്ലു എന്ന് പറഞ്ഞിട്ട് ഈ കൂടുതലും തെലുഗു ബ്രൈഡ്സ് ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളക്ഷനാണ്. ഇങ്ങനെ ഈ വാട്ടർ പേൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള സ്റ്റോൺസ് വരുന്നത്. ഇത് ഇൻ ട്രെൻഡാണിപ്പോൾ. നേരത്തെയൊക്കെ ഇത് കൂടുതലും റൂബിയും എമറോൾഡും ഒക്കെ ആയിരുന്നു. വളരെ ഭംഗിയുള്ള ആൻറ്റിക്കിലും അതുപോലെ തന്നെ ചെട്ടിനാടിലും ഒക്കെ വരുന്ന ബാങ്കിൾസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായ കുറച്ച് കളക്ഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപൂർവ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജെനീന അല്ലേ, ഇത് നഗാസിൻ്റെ അല്ലേ, ആൻറ്റീക്ക്. That's gonna buddy. ചെട്ടിനാട് കളക്ഷൻ അല്ലേ. ഇത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ലെയർ മാലയൊക്കെ ഒത്തിരി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതെല്ലാം ചെട്ടിനാട് കളക്ഷനാണ്. അതുപോലെ തന്നെ മാങ്ങാമാല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഇവിടെ കാണുന്നത് മുല്ലമുട്ടിൻ്റെ വളരെ ഹെവി ആയിട്ടുള്ളൊരു നെക്ലസ് ആണ്. ഇത് എക്സ്ട്രീംലി ഗോർജിയസ് ആയിട്ടുള്ള ഒരു സിംഗിൾ നെക്ക് പീസാണ്. ഇത് ഹെവി ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ഇത് അപൂർവ കളക്ഷനിൽ വരുന്ന, നമ്മൾ നേരത്തെ കണ്ടില്ലേ സീതാ കല്യാണം, ആ സെയിം കളക്ഷനിൽ വരുന്ന ഒരു നെക്ക് പീസാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. ഈ ഒരു ഫുൾ സെക്ഷൻ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഗോൾഡ് മാത്രം, വിത്തൗട്ട് എനി ഇനാമൽ, വിത്തൗട്ട് സ്റ്റോൺസ്. ഇങ്ങനത്തെ ബാംഗിൾസും ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ജസ്റ്റ് പ്ലെയിൻ ഗോൾഡ് വരുന്ന. ഡെയിലി
എക്സോ എന്ന് പറയുന്നത്. ഓക്കെ. 2.99% മേക്കിംഗ് ആണ് കേരള വെഡിങ് ആ ഓക്കെ. നമ്മൾ കേരള മോഡൽ എടുക്കുന്നതിനല്ല എല്ലാത്തിനും 2.99% ഉള്ളൂ. ഓക്കെ. ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2.99% മേക്കിംഗ് ചാർജ് മാത്രമുള്ള കൂടുതലും ട്രഡീഷണൽ ജ്വല്ലറി അല്ലേ. ഇതൊക്കെ കിഡ്സിൻ്റെ കളക്ഷനാണ്. കിഡ്സിൻ്റെ നമ്മൾ സാധാരണ എല്ലായിടത്തും ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള അല്ലേ ജ്വല്ലറി. ഇപ്പം ഇത്രയും അധികം ഓപ്ഷൻസ് ഞാൻ അങ്ങനെ അധികം സ്ഥലത്ത് കണ്ടിട്ടില്ല. ഇതൊക്കെ എത്ര സോവറൻസ് ലൈക്ക് 4 ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും. 4 ഗ്രാം മുകളിലേക്ക് വരും. ഇതൊക്കെ ആണെങ്കിലോ ഇതൊക്കെ 4 ഗ്രാം ഉണ്ടോ? 1 പവൻ ആരെങ്കിൽ ഇത് ചെറുത് ചെറുത്. ഓ അത്രയുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ ഈ ജ്വല്ലറി ഷോപ്പിങ്ങിന് പോകുമ്പം നമുക്ക് നല്ല ഡിസൈൻസിലുള്ള റിങ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. എൻ്റെ അടുത്ത് എൻ്റെ തന്നെ കുറേ ബ്രൈഡ്സ് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഗോൾഡിൽ നല്ല ഹെവി വർക്കുള്ള ഇതുപോലത്തെ റിങ്സ് കാണാറില്ല എന്ന്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഭയങ്കര നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ഫുൾ സെക്ഷൻ കംപ്ലീറ്റ് നല്ല വലിയ റിങ്സ് ഒക്കെ ഉണ്ട്. ഈ വങ്കി ടൈപ്പ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരിതാണ് വങ്കി. പണ്ടത്തെ ഒരു ഡിസൈനാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ചെട്ടിനാട് കളക്ഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് നെക്ലസസ് ആണ് ഇത് കൂടുതലും. അപ്പോൾ അതിന് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഷോർട്ട് നെക്ലസസിന് മാത്രം, എല്ലാ കളക്ഷൻ്റെയും ഷോർട്ട് നെക്ലസസിന് മാത്രം സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. ഇവരുടെ പുതിയൊരു കളക്ഷനാണെന്നാണ് പറയുന്നത്. ഇത് യുവ കളക്ഷൻ അല്ലേ. എനിക്കൊന്ന് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ജ്വല്ലറിയാണ്. 18 ക്യാരറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് ഫിനിഷിൽ വരുന്നത്. നമ്മൾ നേരത്തെ എടുത്ത അത് പക്ഷേ അതും റോസ് ഗോൾഡാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഒക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്രയായിരിക്കും? ഒരു വെയിറ്റിനെ അനുവദിച്ചാണ് റേറ്റ് വരുന്നത്. വെയിറ്റ് വരുന്നത് 1.5-2 ഗ്രാം ആ റേഞ്ചൊക്കെ വരും. അത്രയും വരുമോ? ഇപ്പോൾ അഫോർഡബിൾ റേഞ്ചിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. റേറ്റ് കുറവായിരിക്കും. അതെ അതെ. അപ്പോൾ എനിക്കൊന്ന് ഡെയിലി വെയർ സ്ട്രോങ് ആയിരിക്കും. ഡെയിലി വെയർ ആയിട്ടൊക്കെ യങ്സ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ്. ഈ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് 2.5 ഗ്രാമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര യൂണീക്ക് ഡിസൈൻസ് ആട്ടോ. സാധാരണ നമ്മളുടെ ഇവിടുത്തെ ജ്വല്ലറീസിലൊന്നും ഇങ്ങനത്തെ ടൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ ടൈപ്പ് അധികം എല്ലാവരും എനിക്ക് തോന്നുന്നു മറ്റേ സിൽവറും ഗോൾഡ് പ്ലേറ്റഡ് ഒക്കെ അല്ലേ. 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ എന്ന് വെച്ചാൽ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ഇപ്പം ഓക്കെ ഗോൾഡ് തന്നെ വേണം എന്നാൽ കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഡെയിലി വെയറിന് ഒന്നും എന്താ പറയുക ട്രെൻഡി ആയിട്ടുള്ള നല്ല ഓർണമെൻറ്റ്സ് ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ജോയ് 18 കിഡ്സിനും ഒക്കെ പറ്റുന്ന കളക്ഷൻസ് ഉണ്ട്. ജ്വല്ലറീസ് ആർ നോട്ട് ജസ്റ്റ് മെൻ ഫോർ വിമൻ. ഇവിടെ ജെൻസിനും പറ്റുന്ന ഒത്തിരി യുണീക്കായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മളുടെ ഐഡൽസിൻ്റെ ശിവൻ്റെയും അതുപോലെ തന്നെ ഹനുമാൻ്റെ ഒക്കെ അല്ലേ ലോക്കറ്റ്സ് ആണോ അത് പെൻഡൻസ് പോലത്തെ ഭയങ്കര ഡിഫറെൻറ്റ് നല്ല വലിയ ഗോൾഡ് ജ്വല്ലറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രുദ്രാക്ഷമൊക്കെ ഉണ്ട് കേട്ടോ. രുദ്രാക്ഷം ട്രഡീഷണൽ കട എന്നല്ലേ ബാംഗിൾസ് പോലത്തെ താലിക്ക് തന്നെ ഇപ്പോൾ എന്തോ ഒരു ഓപ്ഷൻസാണ്. നമ്മുടെയൊക്കെ സമയത്ത് അത് ചെറിയ 1-2 ഓപ്ഷൻസ് പല ടൈപ്പിലുള്ള താലിയാണ്. സ്റ്റോൺസ് വെച്ചിട്ടൊക്കെയുള്ള താലി കല്യാണ ആവശ്യത്തിന് താലി പർച്ചേസ് ചെയ്യാൻ തന്നെ എന്തോ ഒരു ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ടോ ഞാൻ കാണിക്കുന്ന കമ്മലുകൾ അല്ലേ ട്രോണ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ
പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കമ്മലാണോ? വെഡ്ഡിങ്ങിനും എല്ലാത്തിനും നമുക്ക് വലിയൊരു മാല ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് വലിയൊരു കമ്മൽ എനിക്ക് പേഴ്സണലി അങ്ങനെ കേട്ടോ. എനിക്കൊരു മാല സ്കിപ്പ് ചെയ്താലും കമ്മൽ കുറച്ച് വലുതിടുന്നതാണ് ഇഷ്ടം. സോ ഇത് നോക്കി, ഇത് നമ്മുടെ റെഗുലറായിട്ടുള്ള ഇമ്മുസിദ്ദേർ നമ്മുടെ റെഗുലറായിട്ടുള്ള ട്രഡീഷണൽ ജിംകീസിൻ്റെ ഇവിടെ കുറേ ഉണ്ട്. ജിംകിയുടെ എനിക്കൊന്ന് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് കൂടാതെ ഇപ്പം ട്രഡീഷണൽ ഇയറിങ്സിൽ ജിമിക്കി അല്ലാതെ ഇങ്ങനെ ചിലർക്ക് ജിമിക്കി തന്നെ എല്ലാ ഒക്കേഷനിലും വേണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ട്രഡീഷണൽ ആണ് എന്നാൽ ജിമിക്കി അല്ലാത്ത ചെറിയ ജിമിക്കി ഇതുണ്ട്. ജിമിക്കിയുടെ തന്നെ നമ്മളുടെ കേരള സ്റ്റൈലിലുള്ള ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, സാരിയുടെ ഒപ്പവും അതുപോലെ തന്നെ ഇപ്പം ലെഹങ്ക നിങ്ങൾക്ക് റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു പീസ് ഓഫ് ജ്വല്ലറി ഇടണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് മാത്രം ഇടാൻ പറ്റിയ ബ്യൂട്ടിഫുൾ മരക്കായി മാറ്റം. സോ ബ്യൂട്ടിഫുൾ. സോ ബ്രൈഡ്സൊക്കെ പ്രത്യേകം ഇത് നോക്കി വെച്ചേക്കണം കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര പിന്നെ മറ്റ് വേരിയേഷൻസ് കുറേ ഉണ്ടല്ലോ ജിമിക്കി. കാൽക്കട്ട ഡിസൈൻ. വാവ്, ഇത് കണ്ടോ ഇങ്ങനത്തെ ചെറിയ ഹാങ്ങിങ് ജുംക്കീസ് വരുന്ന ഭയങ്കര റെയർ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി വെയിറ്റ് ഉള്ള ജ്വല്ലറി ആവശ്യമില്ലാത്തവർക്ക് നമ്മളിപ്പോൾ കണ്ടില്ലേ കാൽക്കട്ട ഡിസൈനിലുള്ള ആ ജിംകിയുടെ തന്നെ ചെറുത്, അതിൻ്റെ ചെറുതും ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറേ ടൈപ്സ് ഓഫ് ജിംക്കീസ് ഉണ്ട്. ഓക്കെ, റോസ് ഗോൾഡ്. ഇത് വേറൊരു ഇതെന്ത് റോസ് ഗോൾഡ് ഫിനിഷിൽ വരുന്നത് അല്ലേ? പറഞ്ഞു ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് ഇപ്പം സിൽവറിൽ തന്നെ ലൈക്ക് പ്യുവർ സിൽവറിൽ നമുക്കിങ്ങനെ കുറേ യുണീക്കായിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻ വന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഗോൾഡ്, സിൽവറാണ്. അതും കൂടെ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഗോൾഡിൽ കണ്ടില്ലേ ആൻറ്റിക് ഫിനിഷുള്ള ജ്വല്ലറി, അപ്പം അതിൻ്റെ തന്നെ പ്യുവർ സിൽവറിൻ്റെ. ഇപ്പം നമ്മൾക്ക് ചില ഒക്കേഷനിൽ ഇപ്പം നമുക്ക് ഗോൾഡ് വേണ്ട, അപ്പോൾ ഇതിൻ്റെ ഉഡിയാണംസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള അല്ലേ, ട്രഡീഷണൽ ബ്രൈഡ്സിന്, ഹിന്ദു ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ഇത് ഗോൾഡ് പ്ലേറ്റഡ് പ്യുവർ സിൽവർ അല്ലേ, ഗോൾഡ് പ്ലേറ്റഡ് പ്യുവർ സിൽവറാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉഡിയാണമൊക്കെ നമുക്ക് ഗോൾഡ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം അതിന് പകരം സിൽവർ ഒരിക്കലും ഫെയ്ഡ് ആവുകയില്ല, ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട്. അല്ലാതെ ഉള്ള നെക്ക് പീസസും ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ഫിനിഷിൽ തന്നെ വരുന്ന പ്യുവർ സിൽവറാണ്. ഇയറിങ്സും ഉണ്ട്. ചില ഒക്കേഷനിൽ നമുക്ക് പ്യുവർ ഗോൾഡ് ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സിൽവർ ജ്വല്ലറി ലുക്സ് ജസ്റ്റ് ലൈക്ക് ഗോൾഡ് സിൽവർ ജ്വല്ലറി. ഇത് ഇവിടുത്തെ സിൽവർ സെക്ഷനാണ്. ഇതല്ലാതെ തന്നെ സിൽവർ മെറ്റലിൻ്റെയും കുറേ കമ്മലുകളും അതുപോലെ തന്നെ മാലകൾ ഇങ്ങനത്തെ കളക്ഷനൊക്കെ ഉണ്ട്. ചോക്കേഴ്സ് നമുക്ക് ഇപ്പം റിസപ്ഷനും അതുപോലെ തന്നെ ഗൗണിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒത്തിരി. നമ്മളുടെ ഇത് അമേരിക്കൻ ഡയമണ്ട് അങ്ങനെ എന്തെങ്കിലുമാണ്, ഏരിയാണ് അമേരിക്കൻ ഡയമണ്ടിൽ. സോ ജ്വല്ലറി പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ജോയ് ആലുക്കാസിൻ്റെ ഷോറൂംസിൽ വന്ന് ജ്വല്ലറി ചെക്കൗട്ട് ചെയ്യണം. ബീച്ച് റോഡിൽ ഇത് കൊല്ലത്തുള്ള പല ആൾക്കാർക്കും അറിയായിരിക്കും. പണ്ടിത് പ്രശാന്തി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. നമ്മളുടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ ഒത്തിരി എന്താ പറയുക, ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു പണ്ട്. ഇവിടെ ആയിരുന്നു എൻ്റെ പണ്ടത്തെ ഒരു ഓർമ്മയുണ്ടാകും, ഒരു ചെറിയൊരു ബ്രിഡ്ജ്
ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. ആ വാട്ടർ ബോഡി ക്രോസ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് പ്രശാന്തി. കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. സോ അപ്പോൾ ഇതിപ്പം പുതിയത് റെനോവേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. സോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ പണ്ടത്തെ ആ ചെറിയ റെസ്റ്റോറൻ്റൊക്കെ മാറി ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഫാൻസി റെസ്റ്റോറൻ്റായി മാറി അല്ലേ. സോ ഡിഫറെൻ്റ് ആണ്. പണ്ട് ഇവിടുത്തെ മസാല ദോശ, അതുപോലെ വട, അങ്ങനെ കുറേ വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു കൊല്ലത്ത്. അമ്മ, വാട്ട് ഈസ് യുവർ മെമ്മറി അബൌട്ട് ദിസ് പ്ലേസ്? We used to come here quite often. And even when you were children, we used to drop in after going to the beach. ഇവിടെ തൊട്ടടുത്ത് ബീച്ചാണ്, കൊല്ലം ബീച്ച്. അപ്പോൾ കൊല്ലം ബീച്ചിൽ പോയിട്ട് പണ്ട് ഐ റിമെമ്പർ കമ്മിങ് ഹിയർ വിത്ത് മൈ കസിൻസ് ആൻഡ് അച്ഛനും. മസാല ദോശ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഇവിടെ. പണ്ട് നമുക്ക് വരുമ്പോൾ ഇവിടെ സീറ്റൊന്നും കിടത്തില്ല, അത്രയും ക്രൗഡഡാണ്. ഇവിടെ അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നത് ഒരു 4:15 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞ് 5:30 ആകുമ്പോഴത്തൊട്ടാണ് ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിനി പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് വരാം. ഇവിടെ എങ്ങനെ ഉണ്ടെന്നറിയാം. പുതിയ പ്രശാന്തി പഴയ പ്രശാന്തി പോലാണോ എന്നറിയണ്ടേ. സോ അതിന് വരാം. അപ്പം ഞങ്ങൾ ഒരു കോഫി, ടീ, അതുപോലെ എന്താ ഓണിയൻ പക്കോട, സമൂസ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം. My hands drink water. If you drink water, you stay hydrated and your skin will not dry. വാവ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അല്ല. എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി, നല്ല ക്രിസ്പി മുളകല്ലല്ലോ, സോറി, ഒണിയൻ പക്കോട. ഇതാണ് നമ്മളുടെ കൊല്ലത്തിൻ്റെ ബീച്ച് റോഡ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി നൊസ്റ്റാൾജി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഹോളിഡേയ്സ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടേക്ക് കെയർ ആൻഡ് ബൈ.